നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂറ്റൻ കെട്ടിടങ്ങൾ ഒരു നിമിഷം കൊണ്ട് നിലം പതിക്കുന്ന അതിഭീകരമായിട്ടുള്ള കാഴ്ചകൾ. ജനങ്ങൾ നിലവിളിക്കുന്നു, കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് ഓടുന്നു. കൊളംബിയയിൽ അതിതീവ്രമായിട്ടുള്ള ഭൂകമ്പമാണ് അനുഭവപ്പെട്ടത്. ഇനിയും നിമിഷവും അടുത്ത മണിക്കൂറുകളിലെല്ലാം തന്നെ വീണ്ടും ഭൂകമ്പ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പും അവിടെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറൻ കൊളംബിയയിൽ റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂകമ്പത്തിൽ ഇതുവരെ കുറഞ്ഞത് 132 ആളുകൾ മരണപ്പെടുകയും 570ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ നൂറ്റാണ്ടിൽ ദക്ഷിണ അമേരിക്കൻ രാജ്യമായ കൊളംബിയ നേരിട്ട ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിത്. തകർന്നു വീണ നൂറുകണക്കിന് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള അടിയന്തര രക്ഷാപ്രവർത്തനം വിവിധ നഗരങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കടിയിൽ നിന്നും ആളുകളെ പുറത്തെടുക്കുന്ന ജോലികൾ തുടരുന്നതിനാലും കൂടുതൽ തുടർ ചലനങ്ങൾ ഉണ്ടായേക്കാമെന്ന് കൊളംബിയൻ ജിയോളജിക്കൽ സർവീസ് മുന്നറിയിപ്പ് നൽകിയതിനാലും മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. കഴിഞ്ഞ ജൂൺ മാസത്തിൽ അയൽരാജ്യമായ വെനസ്വേലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് കൊളംബിയയെ തേടി വലിയ ദുരന്തമെത്തിയത്. പുതിയ പ്രസിഡന്റായി അബേലാഡോ ഡി ലാ എസ്പിയലോ ചുമതലയേറ്റ് ദിവസങ്ങൾക്കകമുണ്ടായ ദുരന്തം പുതിയ സർക്കാരിന് മുന്നിലെ ആദ്യത്തെ പ്രതിസന്ധിയായി മാറി. ഭൂകമ്പത്തിന് പിന്നാലെ 21 തുടർചലനങ്ങൾ ഉണ്ടായതായും കുറഞ്ഞത് 1575 വീടുകളും 18 ആരോഗ്യ കേന്ദ്രങ്ങളും 52 സ്കൂളുകളും തകർന്നതായി പ്രസിഡന്റ് അറിയിച്ചു. 61 കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തര ധനസഹായവും പുനരധിവാസവും വേഗത്തിലാക്കാൻ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായ കൊളംബിയയുടെ പസഫിക് മേഖല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ നടക്കുന്ന പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന ഭൂകമ്പ സാധ്യതയേറിയ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പസഫിക് തീരത്തുള്ള പ്രത്യേകിച്ച് ഇടതൂർന്ന കാടുകളാൽ ചുറ്റപ്പെട്ട ചോക്കോ പ്രവിശ്യ കൊളംബിയയിലെ ഏറ്റവും ദരിദ്രമായ പ്രദേശങ്ങളിൽ ഒന്നാണ്. ഇവിടേക്ക് ബോട്ടിലോ വിമാനത്തിലോ മാത്രമേ എത്തിച്ചേരാൻ കഴിയൂ എന്നതിനാൽ യഥാർത്ഥ നാശനഷ്ടങ്ങൾ കൃത്യമായി വിലയിരുത്താൻ വൻ പ്രതിസന്ധിയാണ് രക്ഷാപ്രവർത്തകർ നേരിടുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിവരം. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം കൊളംബിയൻ തലസ്ഥാനമായ ബൊഗോട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വൻതോതിൽ നാശനഷ്ടങ്ങൾ വരുത്തി. ബൊഗോട്ടയിൽ നിന്ന് 400 കിലോമീറ്റർ പടിഞ്ഞാറുള്ള സാന്റോസ് ഡെൽ പാൽമറയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് പറയുന്നത്. തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ 7:34 ഭൂചലനം ആദ്യം അനുഭവപ്പെട്ടത്. തൊട്ടു പിന്നാലെ തന്നെ പടുകൂറ്റൻ കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നു വീണു. വീടുകളെല്ലാം വിണ്ടുകീറി. പരിഭ്രാന്തരായ ജനങ്ങൾ വീടുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും പുറത്തേക്ക് ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പല ആളുകളും അപകടമാണെന്ന് അറിഞ്ഞിട്ടും പടുകൂറ്റൻ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്ന തിരക്കിലാണ്. തകർന്നു വീണ നൂറുകണക്കിന് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള അടിയന്തര രക്ഷാപ്രവർത്തനം വിവിധ നഗരങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 107 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായതെന്നും US ജിയോളജിക്കൽ സർവേയും കൊളംബിയൻ അധികൃതരും അറിയിച്ചു. അയൽരാജ്യമായ ഇക്വഡോറിലും വെനസ്വേലയുടെ അതിർത്തിയിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഈ നൂറ്റാണ്ടിൽ ദക്ഷിണ അമേരിക്കൻ രാജ്യമായ കൊളംബിയ നേരിട്ട ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിത്. അതിനിടെ കൂടുതൽ തുടർ ചലനങ്ങൾ ഉണ്ടായേക്കാമെന്ന് കൊളംബിയൻ ജിയോളജിക്കൽ സർവീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭൂകമ്പത്തിന് പിന്നാലെ 21 തുടർചലനങ്ങൾ ഉണ്ടായതായും കുറഞ്ഞത് 1575 വീടുകളും 18 ആരോഗ്യ കേന്ദ്രങ്ങളും 52 സ്കൂളുകളും തകർന്നതായി പ്രസിഡന്റ് അറിയിച്ചു. 61 കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തര ധനസഹായവും പുനരധിവാസവും വേഗത്തിലാക്കാൻ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ അവസാനത്തിൽ അയൽരാജ്യമായ വെനസ്വേലയിൽ ഉണ്ടായ ഇരട്ട ഭൂചലനങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ കൊളംബിയയും ഭൂചലനം പിടിച്ചുകുലുക്കിയത്. വെനസ്വേലയിൽ ഉണ്ടായ 7.2, 7.5 തീവ്രതയുള്ള ഭൂചലനങ്ങളിൽ 5000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകരുകയും ചെയ്തിരുന്നു. സാധാരണയായി ഒരു കെട്ടിടത്തിൽ ഉണ്ടാകുന്ന താഴേക്കുള്ള ഭാരം അഥവാ ഗ്രാവിറ്റി ലോഡ് താങ്ങി നിർത്തുന്നത് അതിന്റെ സ്ലാബുകളും ബീമുകളും തൂണുകളുമാണ്. എന്നാൽ കാറ്റിൽ നിന്നും അപൂർവമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ശക്തമായ ഭൂകമ്പങ്ങളിൽ നിന്നും കെട്ടിടങ്ങളെ സംരക്ഷിക്കാൻ കോൺക്രീറ്റ് മതിലുകൾ അഥവാ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വാളുകൾ അത്യാവശ്യമാണ്.
എന്നാൽ കൊളംബിയയിലെ കെട്ടിട നിർമ്മാണ രീതി പരിശോധിച്ചാൽ അവിടെ വലിയൊരു സുരക്ഷാ വീഴ്ച കാണാം. അവിടെയുള്ള ഭൂരിഭാഗം കെട്ടിടങ്ങളുടെയും കോൺക്രീറ്റ് മതിലുകൾക്ക് വെറും 7 മുതൽ 10 സെന്റിമീറ്റർ വരെ മാത്രമേ കനമുള്ളൂ. മാത്രമല്ല ഇവയിൽ കമ്പികൾ ഒരൊറ്റ ലെയർ മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതിനായി എളുപ്പത്തിൽ ഉപയോഗിക്കുന്നത് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഇലക്ട്രോ വെൽഡഡ് വയർ മെഷുകളാണ്. മതിലുകളുടെ കനം വളരെ കുറവായതുകൊണ്ട് തന്നെ അവയുടെ അറ്റങ്ങളിൽ കോൺക്രീറ്റ് തകർന്നു പോകാതിരിക്കാൻ നൽകുന്ന കൺഫൈൻമെന്റ് അഥവാ വളയങ്ങൾ പോലുള്ള സ്റ്റീൽ നിർമ്മിതികൾ സ്ഥാപിക്കാൻ സാധിക്കാറില്ല. നിർമ്മാണ നിയമങ്ങളിൽ പോലും ഇത് നിർബന്ധമാക്കിയിട്ടില്ല എന്നതാണ് ഇതിലും ദയനീയമായ അവസ്ഥ. ഇത് ഭാവിയിൽ വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കാം. ഏതായാലും ഇത്തരത്തിലുള്ള പല കെട്ടിടങ്ങളുടെ നിർമ്മിതികളും കൂടിയാണ് ഇത്തരത്തിലൊരു ഭൂചലനം ഉണ്ടാകുമ്പോൾ എല്ലാം അപ്പാടെ ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഏതായാലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ധാരാളം ആളുകളെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കൊളംബിയയിൽ നിന്ന് പുറത്തു വരുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 132 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. പക്ഷേ മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാധ്യതയാണ് അവിടെ നിലവിൽ പ്രവചിക്കപ്പെടുന്നത്.